പാലാ സീറ്റിനെ ചൊല്ലിയുള്ള വിവാദ കുരുക്കൊഴിയാതെ കേരള കോൺഗ്രസ് എം. പാലാ സീറ്റിൽ ജോസ് കെ മാണി മത്സരിക്കുമെന്ന മന്ത്രി റോഷി അഗസ്റ്റിന്റെ ഏകപക്ഷീയമായ പ്രഖ്യാപനമാണ് രാഷ്ട്രീയ ചർച്ചകൾക്ക് തുടക്കമിട്ടത്. റോഷി അഗസ്റ്റിനെ ന്യായീകരിക്കുമ്പോഴും അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കിയതിന്റെ അസംതൃപ്തി പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിക്കുണ്ട്. ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ്, ഈ വളരുംതോറും പിളരുന്ന സ്വഭാവമുള്ള കേരള കോൺഗ്രസ് മറ്റൊരു പിളർപ്പിലേക്ക് ഈ നിയമസഭാ കാലത്ത് നീങ്ങുമോ? കാരണം ഈ പാലയുടെയൊക്കെ പേരിൽ വലിയ തർക്കങ്ങൾ ആ പാർട്ടിക്കകത്ത് രൂപപ്പെടുകയാണ്. ഇന്നിപ്പോൾ മാധ്യമങ്ങളെ കാണുമ്പോൾ ജോസ് കെ മാണി എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? ഗൗതം, ഈ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ റോഷി അഗസ്റ്റിനുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ അതിൽ ജോസ് കെ മാണി വലിയ അതൃപ്തിയിൽ തന്നെയാണുള്ളത്. അനാവശ്യ വിവാദങ്ങൾക്ക് മന്ത്രി റോഷി അഗസ്റ്റിൻ തിരികൊളുത്തി എന്ന ഒരു പക്ഷം തന്നെയാണ് ജോസ് കെ മാണി ഉള്ളത്. എന്നാൽ അത് പരസ്യമായി പറയുന്നില്ല. പരസ്യമായി പറയുമ്പോൾ തൻ്റെ സഹോദര തുല്യനാണ്, അദ്ദേഹത്തിന് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ പാർട്ടിയിൽ ചെയർമാനെ മറികടന്ന് ആ കാര്യങ്ങൾ പറയുന്നു. ചെയർമാൻ്റെ കയ്യിൽ നിന്ന് മൈക്ക് തട്ടിപ്പിടിച്ച് പോലും എടുത്തുകൊണ്ട് ഇത്തരത്തിൽ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നു. ചെയർമാനെ നോക്കുകുത്തിയാക്കുന്നു. സാധാരണ നിലയിൽ കെ എം മാണി നേതൃത്വ സ്ഥാനത്ത് ഇരുന്നപ്പോൾ ഒന്നും നടക്കാത്ത ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നു. അവിടെ മറ്റു ചില വ്യക്തികൾ കൂടെ ഉയർന്നു വരുന്നു തനിക്കൊപ്പം എന്നത് തന്നെയാണ് ജോസ് കെ മാണി മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം, ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം റോഷി അഗസ്റ്റിനുണ്ടാക്കിയ വിവാദങ്ങളിൽ നിന്ന് എങ്ങനെയും തലയുയരാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. ഈ ഒരു ഘട്ടത്തിൽ പ്രത്യേകിച്ച് ഈ ഒരു ജാഥ നയിക്കുന്നതിന്, മധ്യമേഖലാ ജാഥ നയിക്കാൻ വേണ്ടി ജോസ് കെ മാണിയെ തന്നെ LDF നേതൃത്വം ചുമതല ഏൽപ്പിക്കുമ്പോൾ അവർക്ക് മുന്നിൽ ഉണ്ടായിരുന്നതും ആടി നിൽക്കുന്ന, എങ്ങോട്ട് വേണമെങ്കിലും UDF പോകാൻ തയ്യാറായി എല്ലാം നിൽക്കുന്ന ജോസ് കെ മാണിയെ ഒന്നുകൂടി ഉറപ്പിച്ച് നിർത്തുക, മുന്നണിയിൽ തന്നെ ഒപ്പം ചില ചുമതലകൾ നൽകിക്കൊണ്ട്, ഈ ജാഥയുടെ ചുമതലയെല്ലാം നൽകിക്കൊണ്ട് പാർട്ടിയിൽ ശക്തമായ സാന്നിധ്യമാണ് എന്ന് വരുത്തി തീർക്കുക എന്നതെല്ലാം ആയിരുന്നുവെങ്കിൽ അതിനിടയിൽ വന്നിരിക്കുന്ന ഈ വിവാദങ്ങൾ ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഒരു പ്രതിരോധം തന്നെയാണ് തീർക്കുകയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പാർട്ടി യോഗത്തിൽ, കേരള കോൺഗ്രസ് എം യോഗങ്ങളിലും അടക്കം ഇത് വലിയ ചർച്ചയായിട്ടുണ്ട്. നേതാക്കൾക്കിടയിൽ വലിയ തോതിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ ജോസ് കെ മാണിയെ അനുകൂലിക്കുന്ന വിഭാഗം പറയുന്നത് റോഷി അഗസ്റ്റിൻ പാർട്ടിയായി മാറാൻ ശ്രമിക്കുന്നു, റോഷി അഗസ്റ്റിൻ മറ്റൊരു മാണിയായി മാറാൻ ശ്രമിക്കുന്നു, KM മാണിയെ പോലെ പെരുമാറുന്നു, നേതൃസ്ഥാനത്തേക്ക് ഉയർന്നു വരാൻ സ്വയം ശ്രമങ്ങൾ നടത്തുന്നു എന്നതെല്ലാം തന്നെയാണ് വിമർശനമായി ഉയർത്തിയിരിക്കുന്നത്. ജോസ് കെ മാണിയും അത്തരത്തിൽ തന്നെ കാണുന്നു എന്ന് മനസ്സിലാക്കണം. കാരണം ഒരു ഭാഗത്ത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പാലയിൽ മത്സരിക്കാനുള്ള താല്പര്യമുണ്ട്, പാലയിൽ മത്സരിക്കണം എന്നത് തന്നെയാണ് ആഗ്രഹമെന്ന് പറയാതെ പറയുമ്പോൾ പോലും അത് പാർട്ടി തീരുമാനിക്കുകയും പാർട്ടി ഔദ്യോഗികമായി പറയുകയും പാർട്ടി നിർബന്ധിച്ചതുകൊണ്ട് മത്സരിക്കുന്നു എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കണമെന്നായിരുന്നു ജോസ് കെ മാണി ആഗ്രഹിച്ചിരുന്നത്. എന്തായാലും കേരള കോൺഗ്രസിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്തും പ്രശ്നങ്ങൾ നടക്കുകയാണ്. കേരള കോൺഗ്രസിന്റെ ഒരു പൊതു സ്വഭാവം അതാണെന്ന് നമുക്കറിയാം. ആ പാർട്ടിയുടെ ഏതാണ്ട് 5 പതിറ്റാണ്ട് കാലമായിട്ടുള്ള ചരിത്രം. അതിൽ കേരള കോൺഗ്രസ് എമ്മിലെ ഇപ്പോഴത്തെ പ്രശ്നം പാലാ സീറ്റുമായി ബന്ധപ്പെട്ടാണ്. റോഷി അഗസ്റ്റിൻ കഴിഞ്ഞ ദിവസം ഒരു വാർത്താ സമ്മേളനത്തിൽ ജോസ് കെ മാണി തന്നെ പാലയിൽ മത്സരിക്കുമെന്ന് പറഞ്ഞിരുന്നു. അതിൽ വലിയ അതൃപ്തി ഇപ്പോൾ പാർട്ടി ചെയർമാൻ ഉണ്ട് എന്നാണ് ജിജീഷ് കരുണാകരൻ റിപ്പോർട്ട് ചെയ്യുന്നത്.